എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ 2 ദിവസമായിട്ട് ഈ ന്യൂസ് കേട്ടിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത് 16 വയസ്സുള്ള ഒരു കുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അവൻ്റെ പ്രായം കണക്കിലെടുത്ത് അവൻ 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അവൻ ചെയ്തിരിക്കുന്നത് ഒരു കുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ പലരും വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടു, ഈ കുട്ടികളെ, ഈ 2K കുട്ടികളെ എന്താണ് ഇങ്ങനെ, 2K കുട്ടികൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, 2K കുട്ടികൾ MDM യൂസ് ചെയ്യുന്നു, 2K കുട്ടികൾ ബലാത്സംഗ കേസിൽ അകത്താവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കുറേ കണ്ടു. പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ 2K കുട്ടികൾ ഇങ്ങനെ ആകാൻ കാരണം ആരാണ്? അവരുടെ പേരൻസും കൂടിയല്ലേ അതിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ 2K കുട്ടികളുടെ പേരൻസ് ആരാണ്? ഈ 80s 90s കിഡ്സാണ് ഈ 2K കുട്ടികളുടെ പേരൻസ്. അപ്പം നമ്മളെ പേരൻറ്റിങ് നല്ലതാണോ? നമ്മളൊക്കെ ഈ 90s 80s കിഡ്സിനെ വളർത്തിയിരിക്കുന്നത് ആരാണ്? ഈ 50s 60s അച്ഛനമ്മമാരാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേരൻറ്റിങ് ആണോ നല്ലത്, അല്ലെങ്കിൽ നമ്മളെ പേരൻറ്റിങ് ആണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മളെ പേരൻറ്റിങ് ആണ് മോശം. അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലുള്ള ഈ കുട്ടികൾ ഇങ്ങനെ ആകുമായിരുന്നോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ? ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചവരുണ്ടാവാം. അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ചിന്തിക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കണം. കാരണം നമ്മളാണ് നമ്മളെ മക്കളെ ഇത്രത്തോളം മോശമായിട്ട് വളർത്തുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളെ വീട്ടിലുണ്ടാകുന്നുണ്ടോ? അവർ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ? നമ്മൾ അറിയിക്കുന്നുണ്ടോ? അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ബയോളജിൻ്റെയും കെമിസ്ട്രീൻ്റെയും ബുക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമുണ്ട്. അതായത് ഒരു ബുക്കായിരിക്കും ഈ 2 സബ്ജക്റ്റിനും കൂടിയിട്ട്. അപ്പോൾ ഈ രണ്ടും കൂട്ടിമുട്ടുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു ആളലാണ്. കാരണം ഇനി എഴുതാൻ ഒരു ബുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ 2 ദിവസം മുന്നേ അച്ഛനോടും അമ്മയോടും ചോദിക്കണം. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയാണോ? അല്ല. ഇന്നത്തെ കുട്ടികൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നു, അത് നമ്മൾ നടത്തി കൊടുക്കും എന്നുള്ള കാര്യം അവർക്ക് 100% ഷുവർ ആയതുകൊണ്ട് തന്നെ അവർ നിർബന്ധമായും നമ്മളോട് പറയുന്നു, എനിക്ക് ഇന്ന സാധനമില്ല, എനിക്കിപ്പോൾ വാങ്ങിത്തരണം. നമ്മൾ പറയുന്നുണ്ടോ? പൈസ ഇല്ല എന്ന് പറയുന്നുണ്ടോ? പണ്ട് കാലങ്ങളിൽ നമ്മളോട് പറയായിരുന്നു, പൈസ ഇല്ല, പറയണമെങ്കിൽ 2 ദിവസം മുന്നേ പറയണം, തീരാനായി കഴിഞ്ഞാൽ പറയണമെന്ന്. അപ്പം നമുക്കറിയാം അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ പൈസ ഇല്ല, ഇത് തീരാനായി, അപ്പോൾ നോട്ട് തീരാനായി, അപ്പോൾ എനിക്ക് തീർന്ന കാര്യം വാങ്ങണമെങ്കിൽ 2-3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞാലേ മാത്രമേ എൻ്റെ അച്ഛനും അമ്മയും അത് സാധിച്ചു തരുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്കതിനുള്ള വില അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതറിയാവോ? ഒന്നിൻ്റെയും വില അവർക്കറിയില്ല. മൂല്യങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല. എന്താ കാരണം? നമ്മളത് അവരെ അറിയിക്കുന്നില്ല. നമ്മൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ അവരെ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഞാനടക്കമുള്ള എല്ലാ പേരൻസും ചിന്തിക്കുന്നത്, നമുക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളിലൂടെ എൻ്റെ മക്കൾക്ക് കിട്ടണം. ശരിയാണ്, അത് ശരിയാണ്. നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളൊന്നും നമ്മളെ മക്കളെ അനുഭവിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷേ ഈ കിട്ടുന്ന സാധനത്തിൻ്റെ മൂല്യം കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ഇന്നൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ സാധിപ്പിച്ചു കൊടുക്കാതെ എന്തുകൊണ്ട് നീ മുന്നേ പറഞ്ഞില്ല എന്നുള്ള കാര്യം. പൈസ ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷേ ഉള്ളവരും ഇല്ലാത്തവരും കുട്ടികളെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരേപോലെയാണ്. കുട്ടികൾ ഒരു കുറവും അനുഭവിക്കാതെയാണ് ഇപ്പം വളരുന്നത്. ഇപ്പോൾ വലിയ കുട്ടികളും പണ്ടത്തെ കാലത്ത് ഈ ഗൾഫുകാരൻ്റെ മക്കളൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. നമുക്ക് വേറെ തന്നെ അറിയാം. കാരണം അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അമ്മാതിരി നല്ല റിച്ച് സാധനങ്ങളായിരിക്കും. നമ്മൾ യൂസ് ചെയ്ത ജോമെട്രി ബോക്സ് തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട് അല്ലേ? നമ്മൾ നടരാജിൻ്റെ ഇത് ഉപയോഗിക്കുമ്പോൾ അവർ ക്യാമലിൻ്റെയും അതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെ ജോമെട്രി ബോക്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. പക്ഷെ ഇന്ന് ക്ലാസ്സിൽ ആ വ്യത്യാസം ഉണ്ടോ? ഇന്ന് ക്ലാസ്സിൽ ആ വ്യത്യാസം ഇല്ല. കാരണം ഇന്ന് എല്ലാവർക്കും ഒരേപോലെ വാങ്ങാൻ കഴിയും. കാരണം ഒരു പേരൻറ്റും അവരുടെ മക്കളോട് പറയുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളപ്പോൾ തന്നെ കുട്ടികളെ, ഇപ്പോൾ രക്ഷിതാക്കളാണ്, ഇപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ തന്നെ നമുക്കറിയാം രക്ഷിതാക്കളാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ കുട്ടീന് അങ്ങനെയില്ല, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയില്ല, ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരൻറ്റ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ പ്രഷർ ചെയ്യാണ്. അതായത്
മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നീയും അങ്ങനെ നീ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക. ആദ്യത്തെ കാര്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് മാർക്ക് കിട്ടിയോണ്ട് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നല്ല മാർക്ക് കിട്ടിയ ആളായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളെക്കാൾ മോശമായിട്ടുള്ള ആൾക്കാർ ഇന്ന് നമ്മളെക്കാൾ നല്ല പൊസിഷനിൽ ജീവിക്കുന്നുണ്ട്. അതായത് ഒരുപാട് മാർക്ക് കിട്ടിയോണ്ടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നില്ല. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചിട്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് മാർക്കൊന്നും ഒരു വിഷയമേ അല്ല. കാരണം മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഗവൺമെൻറ് കോളേജിലോ അങ്ങനെയോ അല്ലെങ്കിൽ +2 ഗവൺമെൻറ് സ്കൂളിലോ കിട്ടാനുള്ള ഒരു ഇതുമായിട്ട് മാത്രമേ മാർക്കിനെ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും നിങ്ങൾ ഇത്ര മാർക്കിന് കൂടുതലാണ് വാങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ ആൾ മാർക്ക് നിങ്ങളിവിടെ സെലക്ട് ചെയ്യില്ല, നിങ്ങൾക്ക് മാർക്കില്ല എന്നും പറഞ്ഞൊന്നും ആരും ഇല്ല. അതായത് നമ്മളെ സ്കിൽസ് നോക്കിയിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുപാട് മാർക്ക് വാങ്ങിയവനെ വലിയ നിലയിലെത്തിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാലും പാസ്സായാൽ മാത്രം മതി. അതിന് മാത്രം വേണ്ടി മാത്രം പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വെറും പുസ്തകം മാത്രം ആകരുത്. അവരെ നമ്മൾ തീർച്ചയായും കൗൺസിലിംഗ് കൂടി ചെയ്യുക കുട്ടികളെ. അതന്നെ ഞാനിപ്പോൾ സർക്കാരിനോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സബ്ജക്റ്റിൽ തീർച്ചയായും ഈ ഹിന്ദിയൊക്കെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഭാഷ പഠിക്കാമെന്നല്ലാതെ വേറെ ഒരു ഉപകാരവും ഇന്ന് വരെ ഹിന്ദിയൊന്നും പഠിച്ചതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനൊക്കെ പകരം നമ്മൾ കുട്ടികളെ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ക്ലാസ്സുകൾ, അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കുട്ടികളെ നിർബന്ധമായിട്ടും നമ്മളെ ഒരു സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സർക്കാരിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ചെയ്തില്ലെങ്കിലും നമ്മളെ കുട്ടികളാണ്. നമ്മളും നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ദിവസം ഒരു നേരമെങ്കിലും വിളിച്ചിരുത്തി സംസാരിക്കുക. ഇന്ന് എന്തൊക്കെ ക്ലാസ്സിൽ നടന്നു, ഇന്ന് എന്തൊക്കെ ഉണ്ടായി, എന്തുകൊണ്ട് നീ അങ്ങനെയായി, നീ എന്തുകൊണ്ട് ഇങ്ങനെ മാർക്ക് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. പക്ഷേ മാർക്ക് കുറഞ്ഞതിന് അവരെ നമ്മൾ പ്രഷർ ചെയ്യാതിരിക്കുക. പോട്ടെ, കുഴപ്പമില്ല. എൻ്റെ മോൻ ഇപ്പോൾ ഞങ്ങളെ കാര്യം എടുക്കണം. മോൻ നല്ല മാർക്ക് വാങ്ങുന്ന ആളാണ്. പക്ഷെ മോൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് ഞാൻ അവളെ ഒന്നും പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ അവളോട് പറയാം, കുഴപ്പമില്ല, ജയിച്ചാൽ മതിയടാ, അത്രയേ ഉള്ളൂ. അത് കോൺഫിഡൻസ് ആണ്. കുട്ടികൾക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നാളെ അവർക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് വന്ന് പറയില്ല, പേപ്പർ കിട്ടിയിട്ടില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മളോട് വന്ന് ഡയറക്റ്റ് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ നന്നായിട്ട് സംസാരിക്കുക. അങ്ങോട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുക. നമ്മുടെ അടുത്ത് ഇരുന്ന് തരുമൊന്നുമില്ല. പക്ഷേ അവർ പോകുന്നിടത്ത് പോവുക. എന്നിട്ട് അവരോട് സംസാരിക്കുക, അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. എടാ ഇങ്ങനെ എന്താ ക്ലാസ്സിലുണ്ടായതെന്നൊക്കെ ചോദിക്കുക. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ ഇനിയുള്ള കാലത്ത് നമുക്ക് നമ്മളെ കുട്ടികളെ കിട്ടുള്ളൂ. ഇപ്പോൾ എത്രയോ പേരൻസ് അവരുടെ തിരക്കിൽ കുട്ടികളോട് സംസാരിക്കാൻ വരെ സമയമില്ലാത്ത എത്രയോ കുട്ടികളുണ്ട് എന്നുള്ളത് കാര്യം എനിക്കറിയാം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. എൻ്റെ അനുഭവത്തിലും ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾ. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയാലും ടീച്ചേഴ്സ് പറയുന്നുണ്ട്, ഇവനെ ശ്രദ്ധിക്കാൻ ഇവൻ്റെ അമ്മക്ക് സമയമില്ല എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ട്. പക്ഷേ ഈ അമ്മക്ക് സമയമില്ല എന്ന് പറയുന്ന അമ്മമാർ ദയവ് ചെയ്ത് പ്രസവിക്കാതിരിക്കുക. കാരണം ഈ കുട്ടികളെ നോക്കാൻ സമയമില്ലാത്ത അമ്മമാർ പ്രസവിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മൾ ഇപ്പോൾ എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും നമുക്ക് വീട്ടുജോലിയും നമ്മളെ മറ്റുള്ള ജോലികളും എല്ലാം ചെയ്ത് വന്ന് നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വളർത്തുന്നത് എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഈ കുട്ടികളെ നന്നായിട്ട് വളർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അപ്പോൾ കുട്ടികളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ നമ്മൾ എന്തായാലും കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യം വേണ്ടത്. എന്നാൽ തന്നെ ഈ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ MDMA പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ പറഞ്ഞ് MDMA ഇങ്ങനെയാണ് ദോഷങ്ങൾ ചെയ്യും, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളെ അമ്മമാരെക്കാൾ വലുതായിട്ട് വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്കൂളിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാൻ നോക്കുക. അങ്ങനെയാണ് എനിക്ക് സർക്കാരിനോടും പറയാനുള്ളത്. കാരണം കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയോ 2 കുട്ടിയോ എന്നല്ല, നമ്മൾ പലതും കുട്ടികളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ MDMA ഒന്നും ഉപയോഗിക്കാത്ത കുട്ടികൾ ഇന്ന് +2 തലത്തിലൊന്നും ഇല്ലയെന്ന് വരെ ഉള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ
നമ്മളെ അറിയുന്ന കുട്ടികൾ തന്നെ നമ്മളോട് വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ശരിക്കും ഭയമാണ്. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഇപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഭയങ്കര ഭയമാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കുട്ടികളെ ആദ്യം അറ്റ്ലീസ്റ്റ് നമ്മളെ കുട്ടികളെയെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരച്ഛനും അമ്മക്കും കഴിയുക. അല്ലാത്ത അച്ഛനമ്മമാർ കുട്ടികളെ ശരിക്കും ജനിപ്പിക്കാതിരിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മക്കളെ കാര്യം നോക്കാൻ പറ്റാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കാര്യം തീർച്ചയായിട്ടും എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം തീർച്ചയായും രക്ഷിതാക്കൾ ചോദിച്ചറിയണം. അത് പെട്ടെന്ന് ചോദിച്ചാലൊന്നും അവർ പറയില്ല. അത് നമ്മുടേതായ രീതിയിൽ നമ്മളത് വളർത്തിക്കൊണ്ട് വന്നിട്ട് തന്നെ അവരെ കൊണ്ട് പറയിക്കണം. അവർ പറയും, 100% പറയും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ എൻ്റെ മക്കളും രാവിലെ മുതൽ രാത്രി വരെ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഇനി നാളെ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നമ്മളെ ഒരു പാരൻറ്റിങ് മോശമായതുകൊണ്ട് നമ്മളെ കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാളെ നമുക്ക് അതെങ്കിലും ഒരു ആശ്വാസമാകും. അത്രയേ പറയാനുള്ളൂ. കാരണം കാലം അത്രയും മോശമാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഉറപ്പും ഒന്നിനും പറയാൻ പറ്റില്ല. നാളെ നമ്മളെ കുട്ടികളും ഇങ്ങനെയാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരെയും കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പിട്ട് 2K കിഡ്സിനെ ഇങ്ങനെ ആക്കിയ നമ്മളെ പാരൻറ്റിങ് വളരെ മോശമാണെന്ന് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ. അപ്പോൾ നമസ്കാരം.